ഹലോ, താനെവിടെയാ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാനിവിടെ ഒരു ഫിഷിൻ്റെ സ്റ്റാച്ചു ഇല്ലേ, അതിനടുത്തുണ്ട്. ആ ഓക്കെ ഓക്കെ. ഹായ് സാറ. ബിബിൻ. ഞാൻ അമ്മയോട് പറഞ്ഞതായിരുന്നു കൊണ്ടുവരണ്ടാന്ന്, വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അയ്യോ അതൊന്നും സീനില്ല. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഓ ഞാനിവിടെ ഒരു 1.5 വർഷം ഉണ്ടാവും. സാറേയോ? ഞാൻ 6 മാസമായിട്ടുള്ളൂ. ഓ ഓക്കെ ഓക്കെ. നേഴ്സാണല്ലേ? അതെ. എനിക്കറിയില്ലായിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാള് ഇവിടെയുള്ള കേസ്. ബിബിൻ ഇവിടെ? ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ഗ്രാൻഡ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. ജോലിക്ക് എങ്ങനെ പോന്നു? അയ്യോ ജോലിയുടെ കേസ് പറയാതിരിക്കാൻ നല്ലത്. റൂം ടു റിസോർട്ട്, റിസോർട്ട് ടു റൂം, അങ്ങനത്തെ ഒരു ലൂപ്പാ. പിന്നെ ഇവിടെ എനിക്ക് അങ്ങനെ അധികം കമ്പനിക്കാരൊന്നും കിട്ടാത്തതുകൊണ്ടേ അത് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റാറില്ല. എനിക്കും അത് തന്നെ അവസ്ഥ. പറ്റിയ കമ്പനി ഇല്ലാത്തതുകൊണ്ട് ശരിക്കൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് പോലുമില്ല. ഇനിയിപ്പോ കുഴപ്പമില്ല, ബിബിനുണ്ടല്ലോ. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന സൺഡേ നമുക്ക് പുറത്തു പോവാം. സാറ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ. നല്ല ഐഡിയ ആണ്, നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഡ്യൂട്ടി കയറാൻ സമയമായി. അപ്പൊ നമുക്ക് കാണാം. ശരി ശരി എന്നാ. ഓക്കെ ബൈ. ആ എന്റെ അമ്മ സത്യമായിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ അത്ര പൈസ ഇല്ല. അമ്മ അവളോടൊന്ന് പറ. എടാ നീ അവിടെ സുഖിക്കാനല്ല പോയത്, നിന്റെ അനിയത്തിയുടെ കാര്യാണ്. ഒരു മോനുണ്ടായിട്ട് ഞങ്ങക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വന്നല്ലോ. എന്റെ അമ്മ അവളോടൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ. ഞാൻ ആ പൈസ എങ്ങനെയും ഉണ്ടാക്കാം. ഞാൻ വെക്കാം. ശരി. എന്തു പറ്റി വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, നമുക്ക് പോയാലോ? ഒന്നുമില്ലല്ലേ, പറയണ്ട, നമ്മളാരുമല്ലല്ലോ. സാറ നിന്നേ. അത് പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. അനിയത്തിക്ക് എന്തോ അത്യാവശ്യമായിട്ട് കുറച്ച് ഫണ്ട് വേണമെന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ 10ൻ്റെ പൈസയിലെടുക്കാൻ. പോരാത്തന്നെ അവിടെ അനിയത്തി ഹസ്ബൻഡ് എന്തോ വേറെന്തോ വിഷയത്തിന് ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ച. പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പം നമ്മൾ നോക്കേണ്ട അവസ്ഥയായിപ്പോയി. അത്രേ ഉള്ളോ? ഞാൻ തന്നാ പോരെ? എത്ര വേണം? അല്ല അതൊന്നുമല്ല. ഏതൊന്നും അല്ലെന്ന്. അതെന്താ, ഞാൻ തന്നാ വാങ്ങില്ലേ? അങ്ങനെയല്ല, അതൊന്നും വേണ്ട, ശരിയാവില്ല. അതുകൊണ്ടല്ല, പൈസ ഇപ്പൊ ബാങ്കിൽ കിടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല.
അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് കാശ് കിടപ്പുണ്ട്. എനിക്കിപ്പോൾ അതുകൊണ്ട് ഒരു ആവശ്യമില്ല. നിന്റെ കാര്യം നടക്കട്ടെ. പറ, എത്രയാ വേണ്ടേ? എടി അത് ഒരു 19,000 രൂപ വേണ്ടി വരും. ഞാൻ ഇട്ടേക്കാം. ഇനി ചിരിക്കാവോ? അല്ല, നിനക്ക് തിരിച്ചു വിട്ടു വല്ല അർജന്റ് ഉണ്ടോ? ഇല്ല. എന്താ? അല്ല, ഒന്നുമില്ല. എനിക്ക് ഈ നാടൻ ഫുഡ് മിസ് ചെയ്യണ്ടെന്നല്ല പറഞ്ഞേ. ഞാൻ വേണമെങ്കിൽ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി തരാം. അത് കൊള്ളാം. നമുക്കെന്നൊരു ബിയർ എടുത്താലോ? ഓക്കെ. എൻ്റെ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ടു റൂം, റൂം ടു ഹോട്ടൽ, അങ്ങനത്തെ ഒരു ലൂപ്പായിരുന്നു. നീ വന്നതിന് ശേഷം പിന്നെ എന്തൊക്കെയോ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. സെയിം ഹിയർ. നീ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ, എനിക്കിവിടെ ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങിയായിരുന്നു. അപ്പോഴാ കൃത്യമായിട്ട് നീ വന്നത്. എന്തായാലും നിന്നെ കെട്ടാൻ പോകുന്ന ആള് ഭയങ്കര ലക്കിയാ. അതെന്താ? നല്ല ഫുഡ് കഴിക്കാലോ. വേണ്ട, എനിക്ക് പോണം. അല്ല, ഞാൻ റൂമിൽ കൊണ്ടാക്കാം. വേണ്ട, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എടി സാറാ, എടി സാറാ, നീ എന്താ മിണ്ടാത്തേ? എടി അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടാണോ? ഞാൻ ആ സമയത്ത് എന്തൊക്കെയോ എൻ്റെ അതിനെപ്പറ്റി ഇനി സംസാരിക്കണ്ട. അതിപ്പം ഞാനും ആ സമയത്ത് എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല. അതിനിപ്പോ എന്താ? ബിബിനെ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് നാട്ടിലൊരാളുണ്ട്. അയാളുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക.